എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിന് രുചി പകർന്ന് ഊട്ടുപുര. കലോത്സവ നഗരിയിലെ ഭക്ഷണശാലയിൽ ദിവസവും ആയിരക്കണക്കിന് ആളുകൾക്കാണ് സദ്യ ഒരുക്കുന്നത്. കലോത്സവത്തിന്റെ 3-ാം ദിവസമായ ഇന്ന് 3000-ലധികം പേർക്കാണ് ഇവിടെ ഉച്ചയൂണ് വിളമ്പിയത്. കലോത്സവത്തിന്റെ 4 നാളുകളിലും പായസവും നൽകുന്നുണ്ട്. പ്രശസ്ത പാചക വിദഗ്ധനായ ഗോപാൽജിയുടെ നേതൃത്വത്തിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. മുഹ്സിൻ മാസ്റ്റർ കൺവീനറായുള്ള സംഘമാണ് ഫുഡ് കമ്മിറ്റിയെ നയിക്കുന്നത്. ദിവസമാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ഉച്ചഭക്ഷണ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഉപജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും 4 ദിവസവും ഉച്ചഭക്ഷണത്തിനൊപ്പം പായസം ഉണ്ടാകുമെന്ന് തീരുമാനിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ദിവസം ഇന്നാണ്. ഏകദേശം 3090 വിദ്യാർത്ഥികളാണ് ഉച്ചഭക്ഷണത്തിന് ടോട്ടൽ ഉണ്ടാവുന്ന അറിയിച്ചിട്ടുള്ളത്. ഇന്നത്തെ ദിവസവും കാര്യമായ പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകുന്നുണ്ട്. അല്പം തിരക്ക് ആ ഒരു പീക്ക് ടൈമിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ കഴിക്കുന്നവർക്കുള്ള പ്രശ്നങ്ങളോ ആയിട്ടില്ല. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും നല്ല അഭിപ്രായത്തോടു കൂടിയാണ് ഉച്ചഭക്ഷണ കമ്മിറ്റി മുമ്പോട്ട് പോകുന്നത്. പാചകത്തിന് നേതൃത്വം നൽകുന്നത് തൃപ്രയാർ ഭാഗത്തുള്ള ചൈതന്യ കാറ്ററിംഗ് എന്ന് പറഞ്ഞ ടീമാണ്. ഗോപാൽജിയാണ് ചെയ്യുന്നത്. മുൻ വർഷങ്ങളിൽ അദ്ദേഹം പല വർഷങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. 20 വർഷത്തോളമായിട്ടുണ്ട്. മുൻപൊരു തവണ മതിലകത്ത് ജില്ലാ കലോത്സവം നടത്തുമ്പോൾ അദ്ദേഹം ആ ഒരു ക്വാളിറ്റി വിട്ടിട്ടില്ല. ഈവൻ സാമ്പാറായാലും കൂട്ടുകറികളായാലും പായസമായാലും ഈവൻ ചോറായാൽ പോലും ഏറ്റവും നല്ല ക്വാളിറ്റിയുടെ പോകുന്നത്. സാധാരണ ഇങ്ങനത്തെ ഒരു പരിപാടിയിലാകുമ്പോൾ ഇത്ര ക്വാളിറ്റിയിൽ നമുക്ക് കൊടുക്കാനുള്ള ഫണ്ട് ഉണ്ടാവാറില്ല സാധാരണ. പക്ഷെ ഞങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തു. അത്യാവശ്യം കുറെ ആളുകളോട് സംസാരിച്ചു. അപ്പൊ അവർക്കും ഇത് ഏറ്റവും നല്ല വിജയത്തിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് ഇപ്പോൾ നല്ല രൂപത്തിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. രാവിലെ ജഡ്ജസിന് ചായ ഉണ്ടാവുക. ഉച്ചക്ക് എല്ലാ കുട്ടികൾക്കും അതുപോലത്തെ ഒഫീഷ്യൽസിന് ജഡ്ജസിനൊക്കെ ഭക്ഷണം ഉണ്ടാകും. ഏകദേശം ഒരു 11:30 മണിയോടുകൂടിയാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുക. ഏകദേശം ഒരു 2-2:45 നീണ്ടു പോകാറുണ്ട് കുട്ടികൾ വരുന്നതിനനുസരിച്ച്. നമ്മളൊരു ഫിക്സ്ഡ് ടൈം എൻഡ് ചെയ്യാനായിട്ട് വെച്ചിട്ടില്ല. കാരണം അത് കുട്ടികളൊന്ന് കഴിച്ചോട്ടെ എന്നുള്ള നിലക്ക്. കാരണം പല സ്റ്റേജിൽ പല രൂപത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. വിതരണം ചെയ്യാനായിട്ട് പല BEd കോളേജിൽ നിന്നുള്ള അധ്യാപക വിദ്യാർത്ഥികൾ നമ്മുടെ ഒപ്പം ഉണ്ട്. അതോടൊപ്പം പല വിദ്യാലയങ്ങളിൽ നിന്നായിട്ടുള്ള ടീച്ചർമാരും അതുപോലെ തന്നെ PTA ഭാരവാഹികൾ ചുറ്റുവട്ടത്തുള്ള സ്കൂളിൽ എല്ലാം കൂടി ചേരുമ്പോൾ ഇത്രയധികം കുട്ടികൾ വന്നിട്ടും നമുക്കത് വളരെ സുഗമമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ വിഭവങ്ങൾ എന്ന് വെച്ചാൽ ചോറിനൊപ്പം സാമ്പാർ, അതുപോലെ തന്നെ മസാലക്കറി, പിന്നെ തോരനുണ്ട്, അതോടൊപ്പം ഗോതമ്പ് പായസവും ഉണ്ട്. ഇന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇതിന്റെ ഭാഗമാവുന്നത്. ഏകദേശം 3090 കുട്ടികളാണ് അധ്യാപക ഒഫീഷ്യൽ എല്ലാം അടക്കം ഇന്നുണ്ടാവുന്നത്. അതും വളരെ സ്മൂത്ത് ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ഏകദേശം 1500-നടുത്ത് വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെയാണ് നാളെ ഉണ്ടാവുക. നാളത്തെ ദിവസം അങ്ങനെ ആഘോഷം ആയിക്കോട്ടെ എന്നുള്ള നിലക്ക് ഞങ്ങൾ പാൽപായസമാണ് സ്പെഷ്യലായിട്ട് അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.